നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയ ആഡംബര വാഹനങ്ങൾ കണ്ടെത്താനായി കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നടത്തുന്ന ഓപ്പറേഷൻ ന്യൂകോംബ് തെരച്ചിലിൽ 2 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ കാറുകൾ കൂടി പിടിച്ചെടുത്തു. കേരളത്തിന് പുറത്തുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തിയ കൃത്യമായ അന്വേഷണത്തിനൊടുവിലാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഈ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. അതിർത്തി കടന്നുള്ള വലിയ ആഡംബര വാഹന തട്ടിപ്പ് സംഘമാണ് ഈ അനധികൃത ഇറക്കുമതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഈ 2 വാഹനങ്ങൾ കൂടി കസ്റ്റഡിയിലെടുത്തതോടെ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ പിടിച്ചെടുത്ത ആഡംബര വാഹനങ്ങളുടെ ആകെ എണ്ണം 60 ഉയർന്നു. പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരുന്നത് വ്യാജ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വാഹനങ്ങളുടെ യഥാർത്ഥ ഉറവിടം മറച്ചുവെക്കാനും നിയമപാലകരുടെ കണ്ണുവെട്ടിച്ച് രാജ്യത്ത് ഉപയോഗിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യാജ രജിസ്ട്രേഷൻ രേഖകൾ നിർമ്മിച്ചതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കർണാടക ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചാണ് കൊച്ചി കസ്റ്റംസ് സംഘം ഈ വാഹനങ്ങൾ കണ്ടെത്തിയത്. മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ വ്യാജരേഖ നിർമ്മാണ ശൃംഖല തന്നെ ഈ തട്ടിപ്പിന് പിന്നിലുണ്ടെന്നാണ് സൂചന. വാഹനങ്ങളുടെ ഉത്ഭവ രാജ്യം തെറ്റായി കാണിച്ചും വ്യാജ കസ്റ്റംസ് രേഖകൾ ചമച്ചുമാണ് വാഹനങ്ങൾ രാജ്യത്തേക്ക് കടത്തിയിരുന്നത്. അതിർത്തി കടന്നുള്ള ഈ തട്ടിപ്പിൽ വലിയ തുകയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുള്ളതായി കസ്റ്റംസിന് വിവരം കിട്ടിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിയമവിരുദ്ധമായി എത്തിക്കുന്ന ഇത്തരം ആഡംബര കാറുകൾ മോട്ടോർ വാഹന വകുപ്പിന്റെയും മറ്റ് ഏജൻസികളുടെയും കണ്ണുവെട്ടിച്ച് രജിസ്റ്റർ ചെയ്തെടുക്കാൻ വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആഡംബര പ്രേമികളെ ലക്ഷ്യമിട്ടാണ് സംഘത്തിന്റെ പ്രധാന പ്രവർത്തനം. സംഭവവുമായി ബന്ധപ്പെട്ട് 1962 കസ്റ്റംസ് ആക്ട് പ്രകാരം കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം തുടർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം വിപുലമായ രീതിയിലാണ് ഓപ്പറേഷൻ ന്യൂകോംബ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേസിൽ ഉൾപ്പെട്ട പ്രമുഖരെയും വാഹന ഉടമകളെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. വ്യാജരേഖകൾ ഉണ്ടാക്കാൻ സഹായിച്ച ഏജന്റുമാരെയും മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരെയും കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇതുവരെ പിടിച്ചെടുത്ത 60 വാഹനങ്ങളിൽ ഭൂരിഭാഗവും കോടികൾ വിലമതിക്കുന്ന വിദേശ നിർമ്മിത ആഡംബര കാറുകളാണ്. നികുതി വെട്ടിപ്പിലൂടെ കോടികളുടെ നഷ്ടമാണ് കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയ മാഫിയ തന്നെയാണ്. ഇതിന്റെ പിന്നാലെയാണ് കസ്റ്റംസ്. എന്തായാലും ഓപ്പറേഷൻ ന്യൂകോംബ് മുഖേന നിരവധി കാറുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തിയ കൃത്യമായ അന്വേഷണത്തിലൊടുവിലാണ് എന്തായാലും ഈ വാഹനങ്ങളൊക്കെ തന്നെ പിടികൂടിയിരിക്കുന്നത്. അതിർത്തി കടന്നുള്ള വലിയ ആഡംബര വാഹന തട്ടിപ്പ് സംഘമാണ് ഇതിനെല്ലാം പിന്നിലുള്ളത്.